ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗവൺമെൻറ് ധാരാളം അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. സെമി കണ്ടക്ടർ പോളിസി 2 വേർഷനിൽ പുതിയ പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PM E-ഡ്രൈവ് പഴയ EV പോളിസി മാറ്റി പുതിയ പോളിസി വന്നിരിക്കുകയാണ്. ടോട്ടൽ ഔട്ട്ലേ വരുന്ന 14,335 കോടിയാണ്. പ്രൈവറ്റ് ഇലക്ട്രിക് കാറുകൾക്ക് മാത്രമാണ് ഇതിൽ വലിയ ബെനിഫിറ്റ് ഇല്ലാത്തത്. മറിച്ച് ബസ്സുകൾ, ലോറികൾ ഇത്തരത്തിലുള്ള കാറ്റഗറിയിൽ EV കാറ്റഗറിയിൽ വലിയ രീതിയിലുള്ള പാക്കേജ് തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇലക്ട്ര, ഗ്രീൻ ടെക്, അതുപോലെ തന്നെ അശോക് ലൈലൻഡ്, ടാറ്റ മോട്ടർ, JBM ഓട്ടോയ്ക്കൊക്കെ പോസിറ്റീവാണ്. പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നൽകുന്ന ഒരു പാക്കേജ് തന്നെയാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ പോളിസിയിലും പുതിയൊരു പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട്. സെമി കണ്ടക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരത് ഇലക്ട്രോണിക്സിന് 1,155 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 850 കോടി രൂപ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്നാണ്. റഡാഴ്സിനൊക്കെ വേണ്ടിയുള്ള ഓർഡറാണ്. മറ്റ് എക്യുപ്മെൻറ്റുകൾക്ക് വേണ്ടി 305 കോടി രൂപ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് കമ്പനികൾ വീണ്ടും പുതിയ ഓർഡർ ബാങ്കിങ് ന്യൂസായിട്ട് വരികയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസുള്ള ഷിപ്പിംഗ് സെക്ടറിലും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം NBCC MTNLൻ്റെ ന്യൂഡൽഹിയിലത്തെ 13.88 ഏക്കർ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അറൗണ്ട് 1,600 കോടി രൂപയ്ക്കുള്ള പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത്. NBCCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടാറ്റ സ്റ്റീൽ UK അവരുടെ ഗ്രീൻ സ്റ്റീൽ പ്ലാന്റിന് UK ഗവൺമെൻറ്റിൽ നിന്ന് 500 മില്യൺ പൗണ്ട് UK ഗ്രാൻഡ് കിട്ടിയിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഈ ഒരു ഇഷ്യൂ ടാറ്റ സ്റ്റീലിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷനെയൊക്കെ ബാധിച്ചിരുന്നു മുമ്പ്. അതുകൊണ്ട് തന്നെ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. BPCLും IOCയും കൂടിയുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറിന് അബുദാബി ഗവൺമെൻറ്റിൽ നിന്ന് അബുദാബിയിൽ, അതായത് UAEയുടെ തീരങ്ങളിൽ റിഗ്ഗിങ്ങിനും അതുപോലെ തന്നെ ഓയിൽ ഫൈൻഡിങ്ങിനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനികളെ സംബന്ധിച്ച്. ലോങ് റണ്ണിൽ നസാര ടെക്നോളജി 15.86% അക്വയർ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് സ്റ്റാർട്ടപ്പ് ഉണ്ട്, സ്റ്റാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. നസാര കുറേ അക്വിസിഷൻസ് അല്ലെങ്കിൽ സ്റ്റേക്ക് ബൈയിങ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നല്ല രീതിയിൽ ഭാവിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഇൻക്യുബേറ്ററായിട്ട് പല ഡീമർജറും വരാനും സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഓവറോൾ ഇതൊക്കെയാണ് ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ്. ഇന്നലെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 900 പോയിന്റ് ഡിഫറൻസ് ആണ് കണ്ടത്. വലിയ രീതിയിൽ താഴെ വന്നിരുന്നു. അറൗണ്ട് 750 പോയിന്റ് താഴെ വന്നതിന് ശേഷം 125 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാസ്ഡാക്ക്, S&P 500, റസൽ 2000 എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ അമേരിക്കയിൽ വൊളാറ്റിലിറ്റിക്ക് ശേഷം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിക്സ് 17.69 കുറഞ്ഞിരിക്കുകയാണ്. ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. മേജറായിട്ട് ടെക്നോളജി റാലിയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു. ഇന്നും മോർണിംഗിൽ മിക്സഡ് ആണ്. ജാപ്പനീസ് മാർക്കറ്റാണ് ഏകദേശം 1000 പോയിന്റോളം ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ബെറ്റർ ഓപ്പണിങ്ങിന് ശേഷം ലോവർ ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഇന്നും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ, കോപ്പർ, അതുപോലെ തന്നെ സിങ്ക്, അലുമിനിയം, അയോണർ മാത്രമാണ് ഫ്ലാറ്റ് ട്രേഡിംഗ് ഉള്ളത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $71 ആയിരിക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ $69 വരെ താഴെ വന്നിരുന്നു. ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്നത്തെ ട്രെൻഡ് $2,520 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $2,541 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് പോളിസികളൊക്കെ വളരെ പോസിറ്റീവാണ്. ഒപ്പം അടുത്ത ആഴ്ചയിൽ അഡ്വാൻസ് ടാക്സ് ഫിഗർ വരാനുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാർട്ടറിലത്തെ അവസാനത്തെ മാസമാണ് സെപ്റ്റംബർ. അപ്പോൾ സെപ്റ്റംബർ എൻഡോട് കൂടിയിട്ട് വീണ്ടും Q2 റിസൾട്ടിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ളൊരു അപ്പോർഡ് മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. തീർച്ചയായിട്ടും ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ കൂടെ ബാധിച്ചേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ്. എക്കണോമിക് ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസികളെല്ലാം തന്നെ മാർക്കറ്റിന് ഫേവറബിൾ ആണ്. ഗ്ലോബൽ വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഒഴിച്ചുകൂടാ
ഇഷ്ടപ്പെടാത്തതാണ്. അത്തരത്തിലുള്ളൊരു വോളാറ്റിലിറ്റി വരികയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.